നമ്മൾ പറഞ്ഞൊരു ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ബാറ്റിൽസ് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ആ ബാറ്റിൽസിൻ്റെ അവസാനമാണ് കോൺകർ ചെയ്ത് വിക്ടോറിയസ് ആയി വരുന്നത്. അതിൻ്റെ ഒരു എല്ലാം ഒരു സമ്മറി പോലെ നമുക്കുണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി അതാണ് നമ്മളെപ്പോഴും എല്ലാത്തിൻ്റെയും ഒരു സ്ട്രക്ചർ സമ്മറി ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കുമ്പോൾ ഈ ഭാഗം ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവും. അപ്പോൾ എന്താ 3 തരത്തിലുള്ള ബാറ്റിൽസാണ് നടക്കുന്നത്, ടെംപ്റ്റേഷനാണ്. അപ്പോൾ അതൊന്നോ അത് അന്ന് നടന്നിരുന്നു, ഇന്ന് നടക്കുന്നുണ്ട്, ഇനിയും ഇത് നടക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പൊതു പാറ്റേൺ. ടെംപ്റ്റേഷൻ ടു കൺഫേം ടു പേഗൻ കൾച്ചർ. അതിലേക്കൊരു ചായ്വ്, അതിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്, വിജാതീയ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു പ്രവണത. ഇവിടെയുള്ള ഈ കൺഫേം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അതൊരു ടെമ്പിൾ റെസ്റ്റോറൻ്റാണ് അവരുടെ ഇതിൽ. അതായത് സെക്ഷൽ ഇമോറാലിറ്റിയും ഈറ്റിംഗ് ഫുഡ് ഓഫേർഡ് ഫോർ സാക്രിഫൈസ് എന്നൊക്കെ അതിൻ്റെ ഒരു കണക്ഷൻ കിടക്കുന്നുണ്ട് അവർക്ക്. ഇതിനോട് അവരാർക്കാണ് സറണ്ടർ ചെയ്യുന്നത്, ആ സറണ്ടർ ചെയ്യുന്ന ആൾക്കൊരു അരൂപിയുണ്ട്, അവരാവസിപ്പിച്ച ഒരു അരൂപിയുണ്ട്. ആ അരൂപിനെയാണ് നമ്മൾ ആവസിക്കുന്നത്. ഇതൊക്കെയാണ് അവർക്കറിയാം അത് എന്തിനൊക്കെ ചെയ്യണമെന്നുള്ളത്. എന്തിനൊക്കെയാണ് നമുക്കതറിയില്ല. ഈ പേഗൻ കൾച്ചറിൻ്റെ എന്താണ് ഒരു അതിനകത്ത് ഒരു സബ്ഡിവിഷൻസ് അല്ല, നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. there are natural powers, preternatural powers, supernatural powers. 3 ഏരിയാസ്. ഏതാണ്? ഇപ്പം നമ്മളെല്ലാം സാധാരണ മനുഷ്യരാണ്. അതിൻ്റേതായ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, ചിരിക്കുന്നു, ഭക്ഷിക്കുന്നു, ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു. നോർമൽ ആക്ടിവിറ്റീസ്, സൗഹാർദ്ദം, ദ ആർ ഓൾ നാച്ചുറൽ തിങ്സ്. ദർ ഈസ് നോ ഹാം. അതാണ് നമ്മൾ ഡിസേൺമെൻറ്റിൽ വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആൾക്കാരെ നമ്മൾ ബോധപൂർവ്വം നാച്ചുറൽ ലെവലിൽ അവരെ സെറ്റിൽ ചെയ്യിപ്പിക്കണം. നമുക്ക് ഒത്തിരി ആൾക്കാരായിട്ട് ഇടപെടേണ്ടതല്ലേ, അവരെല്ലാം നമുക്ക് നാച്ചുറൽ റലത്തിൽ ക്ലോസ് ചെയ്ത് നിർത്താം. അടുത്തൊരു റലാണ് പ്രീറ്റർ നാച്ചുറൽ. ഇത് പ്രീറ്റർ നാച്ചുറൽ എന്ന് പറയുന്നത് ഈ പറയുന്നവർ എല്ലാം തന്നെ, അതായത് മറ്റ് മതസ്ഥരിൽ പ്രാക്ടീസ് ചെയ്യുന്നവർ എല്ലാം ആക്സസ് ചെയ്യുന്ന റലമാണ് പ്രീറ്റർ നാച്ചുറൽ പവേഴ്സ്. അവർ ഒരു കാര്യവും ഈ പ്രീറ്റർ നാച്ചുറൽ പവറിൽ നിന്നല്ലാതെ ചെയ്യില്ല അവർ. അതെന്തുകൊണ്ടാണ്? അവർക്ക് ഒത്തിരി ഫിയറുണ്ട്. ഈ പറയുന്ന പ്രീറ്റർ നാച്ചുറലിലേക്കൊക്കെ പോകാൻ കാരണം എന്താണ്? അവർക്ക് ആ ഡേറ്റീനെ അപ്പീസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പീസ് എന്നാൽ പ്രീതിപ്പെടുത്തണം. 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത്. ഒന്ന് പ്രീതിപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? കാര്യം കാണാനും ഉപദ്രവം ഇല്ലാവാതിരിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് ശക്തി സംഭരിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പ്രീറ്റർ നാച്ചുറൽ പവറിലേക്കാണ് സീക്കുന്നത്. നാച്ചുറൽ പവർ ഉണ്ട്, പ്രീറ്റർ നാച്ചുറൽ പവർ ഉണ്ട്. ഈ പ്രീറ്റർ നാച്ചുറൽ പവറിൽ നിന്നാണ് ഈ കൾച്ചറിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഡിസിമിനേറ്റ് ചെയ്യുന്നത്, അതായത് ആൾക്കാരിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പം നമുക്കാണ് ശരിക്കും സ്വർഗീയ അധികാരമുള്ള ആൾക്കാർ. ഏത്? സൂപ്പർ നാച്ചുറൽ പവറിലേക്ക് ആക്സസ് ദൈവം തന്നിട്ട് മാമോദീസ മുതലേ. ഇനി സൂപ്പർ നാച്ചുറൽ പവറിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ വിളിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് 1 യോഹന്നാൻ 4:4 വചനം. ഏതാ? നമ്മളിലപ്പോൾ സൂപ്പർ നാച്ചുറൽ പവറാണ് ഉള്ളത്. ദൈവിക, മറ്റേത് സ്വാഭാവിക ശക്തി, അതിസ്വാഭാവിക ശക്തി, ദൈവിക ശക്തി. ദൈവിക ശക്തിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇതാണ് നമ്മുടെ വിളി. അതിസ്വാഭാവിക ശക്തിയുള്ളവർക്ക് അറിയാം, ഇവർ ദൈവിക ശക്തിയിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഫ്യൂസായി പോകുന്നു. അവർക്കറിയാം, വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഉപയോഗിക്കുന്ന തന്ത്രമാണ് നമ്മൾ അറിയേണ്ടത്. അവർ നമ്മളെ നാച്ചുറലിലേക്ക് ഇറക്കും. അവരിറങ്ങില്ല, അവർ എവിടെ നിൽക്കും?
പ്രീറ്റർ നാച്ചുറലിൽ നിന്നുകൊണ്ട് നമ്മളെ സ്വാഭാവിക തലത്തിലേക്ക് ഇറക്കും. അല്ലെങ്കിൽ നമ്മളെ വരുത്തി അവരുടെ അതിസ്വാഭാവിക തലത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ അതിലേക്ക് വരാം. ഈ രണ്ട് തലം ഒരുമാതിരി ആൾക്കാരെ അവർ എന്ത് ചെയ്യും? സ്വാഭാവിക തലത്തിലേക്ക് ഇറക്കി നിർത്തും. എന്നിട്ട് അവർ അതിസ്വാഭാവിക തലത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യും. അതോടുകൂടി അവൻ്റെ കാര്യത്തിന് ഒരു തീരുമാനമായി കിട്ടും. കാരണം അവൻ എല്ലാ സ്ഥാനത്തു നിന്നും കട്ട് ചെയ്യും. വൈദികരിൽ നിന്ന് കട്ട് ചെയ്യുക, മെത്രാന്മാരിൽ നിന്ന് കട്ട് ചെയ്യുക, കാറ്റഗിസത്തിൽ നിന്ന് കട്ട് ചെയ്യുക, കൂദാശികളിൽ നിന്ന് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്ത് അവനെ എന്താക്കി? നാച്ചുറൽ. പക്ഷെ കട്ട് ചെയ്യുന്നവൻ ഒരിക്കലും നാച്ചുറലായി പെരുമാറില്ല. അവൻ ഓപ്പറേറ്റ് ചെയ്യുന്ന മുഴുവൻ എവിടെ നിന്നായിരിക്കും? പ്രീറ്റർ നാച്ചുറൽ എന്ന് പറയും. ഇതാണ് ഒരു പ്രോഗ്രാമിങ്. രണ്ടാമത്തെ പ്രോഗ്രാമിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കൊണ്ട് ഇതിനകത്ത് കൊണ്ടുപോയി ചാടിക്കും. ഏതിലേക്ക്? പ്രീറ്റർ നാച്ചുറലിലേക്ക് ചാടിപ്പിക്കും. അപ്പോൾ പ്രീറ്റർ നാച്ചുറൽ ചാടിപ്പിക്കുമ്പോൾ അവൻ പ്രീറ്റർ നാച്ചുറൽ ഹൈയും ലോയും ഉണ്ട്. അവൻ ലോയിൽ കൊണ്ടുപോയിട്ട് നമ്മളെ കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അവൻ ഹൈ അതിൻ്റെ ഉള്ളിൽ കയ്യിൽ വയ്ക്കും. കാരണം പൈശാചിക ലോകത്തിൽ സൗഹാർദ്ദമില്ല. എന്തെങ്കിലും അപകടം കണ്ടാൽ കുട്ടി പിശാചിനെ അവർ ആദ്യം ഇട്ട് കൊടുക്കും. വിശുദ്ധരുടെ ശൈലി ഏതാണ്? വിശുദ്ധര് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വയം ഇല്ലാതാവും. ഇതാണ് വിശുദ്ധരും പിശാചികളും തമ്മിലുള്ള വ്യത്യാസം. കുട്ടി പിശാചികളെ അവർ കൊടുക്കും. അപ്പോൾ ഇവൻ അവിടെ കയറി നിൽക്കുമ്പോൾ അവന് കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തു. പണ്ടൊന്നും കിട്ടാത്ത എന്തൊക്കെയോ ഒരു അനുഭൂതി കൊടുത്തു, കുറച്ച് പൈസ കൊടുത്തു, കുറച്ച് സുഖങ്ങൾ കൊടുത്തു, സൗകര്യങ്ങൾ കൊടുത്തു. ഇതിനകത്ത് പല റേഞ്ച് ഉണ്ട്. ഇതിന് റാങ്കുകളുണ്ട് ഇതിനവർക്ക്. അത് നമ്മൾ പണ്ട് പറഞ്ഞതാണ്, കുറേ റാങ്കുകളുണ്ട്. അപ്പോൾ ആ റാങ്കിൽ ഒരു ചെറിയൊരു റാങ്ക് കൊടുത്തിട്ട് എന്ന് പറയില്ലേ, ഒരു വേഷമൊക്കെ ഇട്ടിട്ട് അപ്പോൾ അവനൊരു എന്തൊക്കെയോ ഒരു ഇത് ഞാൻ എന്തൊക്കെയാണ്. ഈ ആത്മീയ ലോകത്തിൽ വസ്ത്രങ്ങളുണ്ട്. നമ്മൾ എഫേഷ്യൻസ് 6:10-20 വായിക്കുന്നതാണല്ലോ, പലതും ധരിക്കാന്ന് പറയുന്നുണ്ടോ. ഇതേപോലെ തന്നെ പൈശാചിക ലോകത്ത് കുറേ ഡ്രസ്സുകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പലർക്കും ഇങ്ങനെ ഓരോ വസ്ത്രത്തിനും ഒരു ആകർഷണമുണ്ട്. അപ്പോൾ ഈ ആത്മലോകത്ത് വസ്ത്രങ്ങളുണ്ട്. ഈ പൈശാചിക ലോകത്തുള്ള ആൾക്കാർക്ക് ആത്മലോകത്ത് ഇവൻ ഏത് റാങ്കിലുള്ള ഡ്രസ്സ് ഇട്ടേന്ന് അവർക്ക് തിരിച്ചറിയാം. ഗോൾഡൻ ആണെങ്കിൽ ആൾക്കറിയാം ഇത് ഏത് ടോപ്പിലിരിക്കുന്നതെന്ന് പറയും. പറഞ്ഞിട്ടല്ലേ ദർശനത്തിൽ സ്വർണ്ണ കിരീടം വെച്ചതായിട്ട് കാണുമെന്നൊക്കെ പറയുന്നില്ലേ. അത് ആത്മാവിൽ ദൈവം നമ്മളെ വളർത്തുമ്പോൾ നമുക്കത് ക്ലിയർ ആക്കി തരും. ഈ കാര്യങ്ങൾ നമ്മൾ സ്വാഭാവിക തലത്തിലാണല്ലോ ജീവിക്കുന്നത്. ഹോളി സ്പിരിറ്റ് സൈലൻറ്റും ഈവിൾ സ്പിരിറ്റ് ആക്ടിവേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇവൻ ഇതിൻ്റെ വലയത്തിൽ വരും. അപ്പോൾ ഇതിൻ്റെ ആകർഷണത്തിലും ഇതിനൊക്കെ പറഞ്ഞു കൊടുത്ത് മറ്റൊരാരും പറഞ്ഞു കൊടുക്കാനുമില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്യാനുമില്ല, വളർത്താനുമില്ല, ഗൈഡ് ചെയ്യാനുമില്ല. അങ്ങനെയാണ് ആ പ്രലോഭനത്തിൻ്റെ അടിമത്തത്തിലേക്ക് വരുന്നത്. ഇത്രയാണ് ആദ്യത്തേത്. അപ്പോൾ ഒരൊറ്റ വാക്കിൽ പറയുന്നത് ടെംപ്റ്റേഷൻ ടു കൺഫേം ടു പേഗൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ പ്രീറ്റർനാച്ചുറൽ പവേഴ്സ്. നമ്മുടെ ആൾക്കാർ പോകുന്ന അപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ആ പവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ത്രൂ മണി ഓർ അതർ പ്ലഷർ എന്ന് വേണ്ടിയിട്ട്. രണ്ടാമത്തത് ടെംപ്റ്റേഷൻ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സോഷ്യൽ എൻവയൺമെൻറ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ എഫേസസ് സഭയിൽ ട്രീ ഓഫ് ലൈഫ് ഉണ്ടെങ്കിൽ അവിടെ ഒരു കൾട്ട് ഉണ്ടായിരുന്നു എഫേസസ് സഭയിൽ. ഏതാണ്? കൾട്ട് ഓഫ് ഒദേമൂസ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു ട്രീ ഗോഡസ് ആണ്. അതിന് ട്രീ ഗോഡസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പം നമ്മുടെ പ്രദേശത്തുകൊണ്ട് ചില ട്രീകൾ അവർക്ക് ഗോഡസ് ആണ്, ദൈവമാണ്. ഇനി അടുത്തതാണ് പെർഗോമോസിൽ ത്രോൺ ഓഫ് എന്ന് പറഞ്ഞാൽ അവിടെ സേവൂസിനും നമ്മൾ പറഞ്ഞാണ് പേഗണ്ടായിട്ട് അത് സ്നേക്കാന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഈ സോഷ്യൽ എൻവയറമെൻറ്റിനോടൊക്കെ ഇരിയാണ്. ഇതിനോടൊക്കെ ഈ കൾച്ചറിനോടൊക്കെ അസിമിലേറ്റ് ചെയ്യാനുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ രണ്ട് ടെംപ്റ്റേഷൻ ഇത് നമ്മൾ സമറൈസ് ചെയ്ത് പറയുകയാണ്. മൂന്നാമത്തതാണ് ജൂവിഷ് പെർസിക്യൂഷൻ. അന്ന് ജൂവിഷ് പെർസിക്യൂഷൻ ആണെങ്കിൽ ഇന്ന് നമ്മുടെ ഇടയിൽ നിന്നും പുറത്തു നിന്നും നമുക്ക് പെർസിക്യൂഷൻ ഉണ്ടാവും. അവിടെ സ്മിർനയിലും ഫിലഡൽഫിയയിലും എന്താ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ശത്രുക്കൾ ആരായിരുന്നു?
ജൂസ് തന്നെയായിരുന്നു. അവരെന്തുകൊണ്ടാണ് ശത്രുക്കളായത്? കാരണം ഇവർക്ക് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ആർക്ക്? യഹൂദർക്ക് ചില എക്സെപ്ഷൻസ് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ യഹൂദരിൽ നിന്നാണല്ലോ ക്രിസ്ത്യാനികളായത്. അവരിങ്ങനെ എംപറർ വർഷിപ്പിനെതിരാണല്ലോ നടക്കുന്നത്. ഇവരിലൊരു ഭയം കയറി ഇവരുടെ ഈ എംപറർ വർഷിപ്പിനെതിരെയുള്ള പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തു പറ്റും? നമുക്കുള്ള പ്രൊവിഷൻ നഷ്ടപ്പെടും. അപ്പോൾ ഇവർ തന്നെ പീഡനം ഏറ്റെടുത്തു. ഇതന്നെയല്ല ഇന്നും സംഭവിക്കുന്നത്. ഇന്ന് സഭയ്ക്ക് ഉള്ളിൽ നിന്നാണ് കൂടുതൽ പ്രശ്നം വരുന്നത്. പെർസിക്യൂഷൻ്റെ റൂട്ട് കിട്ടിയില്ലേ? കാരണം ആരെങ്കിലും വിശ്വാസത്തിൻ്റെ ചൈതന്യത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവനെയാണ് ഭൂരിപക്ഷം പിടിച്ചു വലിക്കുക. ജൂയിഷ് കമ്മ്യൂണിറ്റി ഇവരെ എക്സ്പെൽ ചെയ്തൂല. അവരുടെ ഗ്രൂപ്പിൽ നിന്ന് സിനഗോഗിലൊന്നും പ്രവേശിക്കാൻ അവർക്ക് അനുവാദം ഇല്ലാണ്ടായി. ലോലമായ ഒരവസ്ഥയിലേക്ക് വരികയാണ്. അവർക്ക് പീഡനം കൂടുകയാണ്. അതാണ് അന്നുണ്ടായത്. 3 തരത്തിലാണ് ബാറ്റിൽസ് ഉണ്ടായതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഉണ്ടാവണം. 1, പാഗൻ കൾച്ചറിനോട് കൺഫേം ചെയ്യുക. 2, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക സോഷ്യൽ എൻവയറമെൻറ്റിനോട്. 3, ജൂയിഷ് പെർസിക്യൂഷൻ. ഓക്കെ, ഇനി ഇതിനകത്ത് പെർഗം സഭയിലെ ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് അടുത്തയിലേക്ക് കടക്കാം. അവിടെ അവസാനത്തെ ഒരു വചനം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട്. ഒന്ന് വായിക്കാം. മന്ന എന്താണ്? കുർബാന. കാരണം ഇവരിവിടെ പോയിട്ട് ഓരോ സാധനങ്ങളാണ് ഭക്ഷിക്കുന്നത്. അപ്പം അതിനേക്കാൾ ഉന്നതമായ ഒന്ന് ദൈവം വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കൊടുക്കുകയാണ്. രണ്ടാമത് അപ്പം അതിനെക്കുറിച്ചും അതായത് അതൊരു അവരുടെ ഇടയ്ക്ക് ഒരു കറുത്ത കല്ലുണ്ട്. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നവർക്കുള്ളതാണ് വെള്ളക്കല്ല്. കറുത്ത കല്ല് വേറെ ടൈപ്പ് ഉള്ളതാണ്. ഇനി അടുത്ത് പറയും. പുതിയ നാമം. ഈ നാമത്തെക്കുറിച്ച് 2-3 ധാരണയുണ്ട്. അതായത് വിശ്വാസത്തിൽ വളരുമ്പോൾ നമുക്കൊരു പുതിയ ഐഡൻറ്റിറ്റി കിട്ടും. അതായത് ബിലീവേഴ്സ് ന്യൂ ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ്. അതിനെക്കുറിച്ച് 2-3 വചനം വായിക്കാം. കൊളോസോസ് 3:3 മുതൽ 4 വരെയുള്ള വചനം. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അവരോടുകൂടെ നിങ്ങൾ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. ഇതാണ് നമ്മുടെ പുതിയ ഐഡന്റിറ്റി. ഏശയ്യ 62:2. ജനതകൾ നിന്റെ നീതീകരണവും രാജാക്കന്മാർ നിന്റെ മഹത്വവും ദർശിച്ചു. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേര് നീ അറിയപ്പെടും. ഇത് വെച്ചിട്ടാണ് വേറൊരു പേരുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഈ പേരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ, ഇത് വെളിപാടിൻ്റെ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്. ഏതാണ്? ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞൊരു വചനം വായിച്ചിരുന്നില്ലേ നമ്മൾ? അതാണ് ഐഡന്റിറ്റി. അതായത് ആബാ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലുള്ള ഐഡന്റിറ്റിയാണ്. പുതിയൊരു ഐഡന്റിറ്റിയാണ് അത് നമുക്ക്. ആ ഐഡന്റിറ്റി എന്താണ്? ഐ ആം ഗോഡ്സ് ചൈൽഡ്. അപ്പോൾ നമ്മൾ പറയില്ലേ, നമുക്ക് ഐഡൻറ്റിറ്റി നമ്മൾ ആരോട് ചേർന്ന് നിൽക്കുന്നു അതനുസരിച്ചാണല്ലോ നമ്മുടെ ഐഡൻറ്റിറ്റി കിട്ടുന്നത്. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോയി ഒരാളുടെ കൂടെ നിൽക്കുമ്പോൾ അതിനോട് ചേർന്നൊരു ഐഡൻറ്റിറ്റി കിട്ടില്ലേ. അപ്പോൾ ഇതൊരു ദൈവിക ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഒരു പുതിയ നാമം നൽകും എന്ന് പറഞ്ഞത് ഇത് ക്രിസ്തുവിൽ ഒരു പുതിയ ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, റോമ 8:19. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയതിന്റെ അധിഷ്ഠ പ്രകാരം. റോമ 8:23. സൃഷ്ടി മാത്രമല്ല, ആത്മാവിന്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രവ്യക്തി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി ലഭിക്കുന്നു. നാമം 1 യോഹന്നാൻ 3:2. ദൈവ മക്കൾ. ആ ഐഡൻറ്റിറ്റിയിലാണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത സഭയിലേക്ക് കടക്കാം. ആ സഭയുടെ പേരാണ് സിൻഫുൾ റൂളേഴ്സ് ഇൻ
ഇസ്രായേൽ. അതായത് ഈ സിൻഫുൾ റൂളേഴ്സിൽ തുടക്കം കുറിച്ച, ഈ സിൻഫുൾനെസ് തുടക്കം കുറിച്ച ഒരാളാണ് ജെറോബാം. 1 രാജാക്കന്മാർ 12 ആളുടെ ക്രിയവിക്രിയകൾ നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷെ ആളെക്കുറിച്ചൊരു ബൈബിൾ തന്നെ പറയുന്ന ഒരു വചനമുണ്ട്, അത് ആദ്യം കേട്ടിട്ട് നമുക്ക് പോവാം. 1 രാജാക്കന്മാർ 14:16. 14:16. 1 King 14:16. പാപം സ്വയം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്ത ജെറോബോവാം കർത്താവ് ഇസ്രായേലിനെ കൈവിടുകയും. ഇതാണ് ഈ പുള്ളിയുടെ ടൈറ്റില്. എന്താണ്? പാപം ചെയ്യുകയും. എന്താണ് ഈ മനുഷ്യൻ ചെയ്തു കൂട്ടിയത്? ഇത് ഇന്നും റൂളേഴ്സ്, അത് നമ്മുടെ അകത്ത് നടക്കുന്ന കാര്യമായിട്ടങ്ങി വരുന്നത്. ഇത് കേൾക്കുമ്പോൾ ആരും വിധിക്കരുത്, ആരും ഭാവനയിൽ കാണരുത്. കാരണം ജഡ്ജ്മെൻറ്റിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ ഇത് ഈ 4 ഇപ്പോൾ ഞാൻ ഒരു 4 കാര്യം പറയാൻ പോകുന്നത്. 4 കാര്യം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ആരൊക്കെയാണോ അവരാരാണെന്ന് നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തത് 1 രാജാക്കന്മാർ 12:28. അതിനാൽ രാജാവ് ഒരു ഉപായം കണ്ടുപിടിച്ചു. ഉപായം കണ്ടുപിടിച്ചു. എന്താണ്? സ്വർണം കൊണ്ട് 2 കാളക്കുട്ടികളെ നിർമ്മിച്ചിട്ട് അവൻ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ജെറുസലേമിലേക്ക് പോകേണ്ട. ഇസ്രായേൽ ജനമേ, ഇതാ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ദേവന്മാർ. ജ്ഞാനത്തിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ 12-ാം വചനത്തിൽ ഒരു വചനം പറയുന്നു, വിഗ്രഹ നിർമ്മാണ ചിന്തയാണ് അവിശ്വസ്തതയുടെ ആരംഭം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ജ്ഞാനം 14:12. ഇത് ഏത് തരത്തിലുള്ള വിഗ്രഹം നമ്മളിൽ രൂപപ്പെടുമ്പോൾ, ആന്തരികവും ബാഹ്യവുമായിട്ടുള്ളത്. കാരണം ഓരോ വിഗ്രഹത്തിലും നമ്മളുണ്ടാക്കുന്ന, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വിഗ്രഹങ്ങളെ കുറിച്ചല്ല കേട്ടോ, ഈ വിഗ്രഹങ്ങളുടെ മേലെ ആവസിപ്പിക്കുന്ന ഒരു പ്രാണപ്രതിഷ്ഠ എന്നൊക്കെ പറയും അവരുടെ ഭാഷയിൽ. അതാണ് തിന്മയായിട്ട് രൂപപ്പെടുന്നത്. അത് അതിലേക്ക് അവരുദ്ദേശിക്കുന്ന ഒരു സംഭവം ഇൻഫെസ്റ്റ് ചെയ്യാം. നമ്മൾ അന്ന് പറഞ്ഞ ഡെലിവറൻസിൽ പറഞ്ഞ ഇൻഫെസ്റ്റേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? കറപ്റ്റ് ചെയ്യാണ്, വേർഷിപ്പ് കറപ്റ്റ് ചെയ്യാണ്. ഇത് കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട്. ഇനി 27-30 വരെ വായിക്കും. ഈ ജനം ജെറുസലേമിൽ കർത്താവിന്റെ ഭവനത്തിൽ ബലിയർപ്പിക്കുവാൻ പോയാൽ യഹൂദാ രാജാവായ റഹോബോവാമിന്റെ നേർക്ക് അവരുടെ മനസ്സ് തിരിയുകയും അവർ എന്നെ വധിച്ചതിന് ശേഷം അവനെ അനുഗമിക്കുകയും. എന്തിന് ആ സ്ഥലം ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചു? ജെറുസലമത്തിലാണല്ലോ ഇവർ പോണ്ടത്. ആദ്യം ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് നീ അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട് വാ. ഈ കുറെ പണികളുണ്ടല്ലോ, അവിടെ ആൾക്കാർ കൂടുതൽ കാണുമ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വാ, എന്നിട്ട് അവിടെ കൊടുക്കാത്ത ഇവർക്ക് സ്വീകാര്യ കുറച്ച് സാധനം സപ്ലൈയും ചെയ്യാം. ഇത് പല രീതിയിൽ നമ്മൾ ഒരു എക്സാമ്പിളിലേക്കും പോകുന്നില്ല. കാരണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഡിസേൺമെൻറ്റ് പോവും, എന്ത് വരും? ജഡ്ജ്മെൻറ്റ് വരും. അവിടെയാണ് നമ്മളുടെ വളർച്ച മുരടിച്ച് പോകുന്നത്. അപ്പോൾ ചേഞ്ച് ചെയ്തു. ഇനി 3-ാമത്തത് എന്തിട്ട് കാണിച്ചു കൂട്ടിയെന്ന് നോക്ക്. 31 അടുത്ത അപരാധം കാണിച്ചു കൂട്ടി. അത് അനുവദിച്ചിട്ടുള്ളതാണോ? ആ ഒരു തീരുമാനം ശരിയല്ല. കാരണം ഇത് രാജാവ് ചെയ്യുമ്പോൾ ആരും ഒന്നും പറയില്ല. ഇതാണ് ഇതിൻ്റെ അപകടം. ഇപ്പോൾ ഒരു ഉന്നത സ്ഥാനത്ത് നിന്ന് ഒരാൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആരും ഒന്നും പറയില്ല, അറിയുന്നവരും മിണ്ടില്ല. കാരണം അവർക്ക് നഷ്ടപ്പെടാൻ പലതുണ്ട്, ലഭിക്കാൻ ഒന്നുമില്ല പറഞ്ഞിട്ട്. അപ്പം എല്ലാവരും അറിഞ്ഞാലും മിണ്ടാതിരിക്കും. 4-ാമത്തെ കാര്യം 32. യൂദായിൽ ആഘോഷിച്ചിരുന്ന തിരുനാളിന് തുല്യമായി ജെറോബോവാം 8-ാം മാസം 15-ാം ദിവസം ഒരു ഉത്സവം ഏർപ്പെടുത്തി. സമയം മാറ്റി. സമയം മാറ്റാൻ അനുവാദമില്ല. അവർ ഇത് ഏത് മാസത്തിലെ? 8-ാം മാസമല്ലേ? അവർക്ക് ഈ തിരുനാൾ ആഘോഷിക്കാനുള്ള
വിധി ഏതാണ്? 7-ാം മാസമാണ്. അപ്പോൾ അവരത് 8-ാം മാസത്തിലേക്ക് ആക്കി. ഇതുകൊണ്ട് തീർന്നില്ല. ബലിപീഠത്തിൽ അവൻ ബലികൾ അർപ്പിച്ചു. താൻ നിർമ്മിച്ച കാളക്കുട്ടികൾക്ക് ബഥേലിൽ അവൻ ഇപ്രകാരം ബലിയർപ്പിച്ചു. ഇനി ഇതിന്റെ കാതലായ ഒരു കാര്യത്തിലേക്ക് വരാം. അതാണ് നമുക്ക് കിട്ടേണ്ട. ഇതാളുടെ പാപം. ഈ പാപത്തിൽ നിന്ന് എനിക്ക് എന്താണ്? ഈ മനുഷ്യൻ എന്തൊക്കെയാണ് പാപം ചെയ്തത്? ചേഞ്ച് ദ ഒബ്ജക്റ്റ്, പ്ലേസ്, പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ടൈം ഓഫ് വേർഷിപ്പ് എല്ലാം ചേഞ്ച് ചെയ്തു. കംപ്ലീറ്റ് ചേഞ്ചാണ് പുള്ളി ചെയ്തത്. ക്ലീൻ സ്വീപ്പാണ് ചെയ്തത്. വൈ? എന്താണ് ഇയാളെ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ച? ആ പാപം എന്നിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. 33-ാം വചനമാണ് നമ്മുടെ വിഷയം. ഇതാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിൽ. അവൻ 8-ാം മാസം 15-ാം ദിവസം സ്വാഭീഷ്ടപ്രകാരം നിശ്ചയിച്ച ദിവസം ജനത്തിന് ഒരു ഉത്സവം ഏർപ്പെടുത്തുകയും അതായത് ഹി ഡിവൈസ്ഡ് ഓഫ് ഹിസ് ഓൺ ഹാർട്ട് എന്നാണ് പറഞ്ഞത്. അവന് ഒരു ലക്ഷ്യമുണ്ട്. അതായത് ആ ലക്ഷ്യത്തെ ആള് ആദ്യം കൃത്യമായിട്ട് ഫിഗർ ചെയ്തു. അതനുസരിച്ച് അതിലേക്ക് സൂട്ട് ചെയ്യുന്ന വിധത്തിലെല്ലാം ക്രമീകരിച്ചു. ദൈവത്തിൽ നിന്ന് വന്നല്ല അത്. പക്ഷെ സാധാരണക്കാരെന്താ വിചാരിക്കുക? ആ സൗകര്യമായല്ലോ, അപ്പോൾ ഇനി ജെറുസലം വരെ പോണ്ട. 8-ാം മാസത്തിൽ വെള്ളമില്ലാത്തതാണ് 7-ാം മാസത്തിലാക്കിയല്ലോ. അല്ല സോറി, 7-ാം മാസത്തിൽ വെള്ളമില്ലാത്ത 8-ാം മാസത്തിലാക്കിയല്ലോ, അതും കൊള്ളാം. ഇവന്മാരൊക്കെ വിളിക്കാന്ന് പറഞ്ഞ പണിയാണ്. ഇപ്പോൾ വേറെ ആൾക്കാരുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറേ കൂടി എളുപ്പമായല്ലോ. എല്ലാം ശുഭം, ദൈവികമല്ല. അതിനെക്കുറിച്ച് ജെറമ്യ 17:5 പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അവസാനം എന്താണെന്നുള്ളത് ജെറമ്യ 17:5. മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശക്തൻ. കർത്താവിൽ നിന്ന് ഹൃദയം തിരിച്ചിട്ട് അവൻ്റെ ഹൃദയത്തിലുള്ള അവൻ്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ കോയിൻ ചെയ്യും. അപ്പോൾ ചിലതൊക്കെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് കുറേ സ്വപ്നം കാണും. ദൈവത്തിന് ചിലപ്പോൾ അങ്ങനെ ഒരു സ്വപ്നമൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ ഇവിടെ കാണുന്ന ഒരു കഥാപാത്രമാണ് ജസബൽ. തെയ്യത്തിരയിലെ സഭയിലൊന്ന് മുഴുവൻ വായിക്കോ. തിയതീറയിലെ സഭയുടെ ദൂതനെ എഴുതുക. ജ്ഞാനം പോലെ മിഴികളും പോലെ പാടുകളുമുള്ള ദൈവസുതൻ അരുളി ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ട. ഇത് എഫേസുസിന്റെ നേരെ ഓപ്പോസിറ്റാ. ഈ സഭയ്ക്കുള്ള ഒരു അഭിനന്ദനം കണ്ടോ? നീ ആദ്യ സ്നേഹം അത് നല്ല ഇവിടെ എന്താണ് പറയുന്നത്? ഇതാണ് അഭിനന്ദനം. പക്ഷെ കയ്യിലിരിപ്പ് കറക്റ്റാണ്. പിന്നെ വരുന്നത് എന്തൊരു ഡിഫറൻസുകളാണ്. എഫേസസ് സഭയിലെ കാര്യം നമുക്കറിയാം. അവർ വളരെ ശക്തമായിട്ട് ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നു. ഇവർ തനി കറക്റ്റായിട്ടുള്ള ഇതാണ്. എല്ലാത്തിനോടും ഇത് കറക്റ്റഡാണ്. തുടർന്ന് പറയും. എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട്. പ്രവാചകയെന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും എന്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. അനുദപിക്കാൻ ഞാൻ അവൾക്ക് അവസരം നൽകി. എന്നാൽ അവൾ തന്റെ വ്യഭിചാരത്തെക്കുറിച്ച് അനുദപിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതാ ഞാൻ അവളെ രോഗശയ്യയിൽ തള്ളിയിടുന്നു. അവളുമായുള്ള വീഴ്ചയെപ്പറ്റി അനുദപിക്കുന്നില്ലെങ്കിൽ അവളോടുകൂടെ വ്യഭിചാരം ചെയ്യുന്നവരെയും വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ എറിയും. അവളുടെ മക്കളെ ആകട്ടെ മരണത്താൽ ഞാൻ ശിക്ഷിക്കും. ഹൃദയങ്ങളും മനസ്സുകളും പരിശോധിക്കുന്നവനാണ് ഞാനെന്ന് സകല സഭകളും അപ്പോൾ ഗ്രഹിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവൃത്തികൾക്കനുസൃതം ഞാൻ പ്രതിഫലം നൽകും. സാത്താന്റെ രഹസ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രബോധനം അറിയാത്തവരും സ്വീകരിക്കാത്തവരുമായി തിയതീറയിൽ ബാക്കിയുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മേൽ വേറെ ഭാരം ഞാൻ ചുമത്തുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചതിനെ ഞാൻ വരുവോളം മുറുകെ പിടിക്കുകയും ജയം വരിക്കുന്നവനും അവസാനം വരെ എൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവനും ജനപദങ്ങളുടെ മേൽ ഞാൻ അധികാരം നൽകും. ഇത് കണ്ടുകൊണ്ട് ഞാൻ അവരെ മേയ്ക്കും, മൺപാത്രങ്ങൾ പോലെ അവരെ തകർക്കും. ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് അധികാരം സ്വീകരിച്ചതുപോലെ തന്നെ പുലർകാല നക്ഷത്രം ഞാൻ അവന്. ഇത് ബാലാമിൻ്റെയും നിക്കോളായസ്കാരുടെയും ഒക്കെ ഒരു തുടർച്ചയാണ്. ഇത് ജസബൽ. പക്ഷേ ഈ ജസബലിലേക്ക് വന്നപ്പോൾ ആളൊരു രാജ്ഞിയാണ്. അപ്പം എന്തായി? ഓർഗനൈസ്ഡ് സ്റ്റേറ്റിൻ്റെ ഭാഗമായി വരികയാണ്. ഇനിയിപ്പോൾ അവസാന നാളുകളിൽ ഇതിങ്ങനെ വരും. അതായത് റിലീജിയൻ ഇല്ലാണ്ട് പറ്റില്ല മനുഷ്യർക്ക്.
അപ്പോൾ റിലീജനെ ഇപ്പോഴുള്ള റിലീജനെ മാറ്റിയിട്ട് വൺ റിലീജിയൻ കൊണ്ടുവരിക. ഈ ജസബൽ ഏത് ദേവനെയാണ് ഇത് ചെയ്യുന്നത്? ബാൽ ദേവൻ. 1 രാജാക്കന്മാർ 18-19. ഈ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കാർമൽ മലയിൽ എന്റെ അടുക്കൽ വിളിച്ചുകൂട്ടുക. ജെസബേൽ പോറ്റുന്ന ബാലിന്റെ 450 പ്രവാചകന്മാരെയും അശേരായുടെ 400 പ്രവാചകന്മാരെയും കൂട്ടിക്കൊണ്ട് വരിക. അപ്പോൾ ബാൽ, കർത്താവിൻ്റെ പ്രവാചകർ ഇതിനെ റെസിസ്റ്റ് ചെയ്യാണ്, ബാൽ വർഷിപ്പിന്. ഇത് കോമൺ ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ പ്രവാചക ദൗത്യമുള്ളവർ അന്നും ഇന്നും ഇനി വരാനുള്ള കാലത്ത് അതിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ റെസിസ്റ്റ് ചെയ്യുമ്പോൾ അവർ ഇല്ലായ്മ ചെയ്യാനാണ് ജസബൽ ചെയ്യുന്നത്. ഇതാണ് ഈ ജസബൽ അരൂപിയുടെ പ്രത്യേകത. വശീകരിച്ച് ആധിപത്യം ചെലുത്തി ഭീഷണിപ്പെടുത്തുക. അതാണ് വിച്ച് ക്രാഫ്റ്റ്. അതായത് ഒരു വ്യക്തിയിലോ നമ്മളിലോ അല്ലെങ്കിൽ നമുക്ക് മേലോ ആഭിചാരമുണ്ടോ എന്ന് അറിയാനുള്ള വളരെ കൃത്യമായിട്ടുള്ള അടയാളമാണ് വശീകരണം, ആധിപത്യം, ഭീഷണി. അപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി നമ്മളെ വശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, നമ്മുടെ മേലെ ആധിപത്യം ചെലുത്താൻ ശ്രമിക്കുന്നുണ്ടോ, ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ, ആളിൽ വിച്ച് ക്രാഫ്റ്റ്, അതായത് വിച്ച് ക്രാഫ്റ്റ് ഓപ്പറേഷനിലാണ്. മന്ത്രവാദത്തിൻ്റെയും അതുപോലെ എല്ലാ സാധനങ്ങളും, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളുടെയും ഒരു കോമൺ ഫീച്ചറാണത്. അത് ചിലരിൽ വേരി ചെയ്തിരിക്കും. ചിലർ ആദ്യം തന്നെ ഭീഷണിയിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ചിലവരുണ്ടല്ലോ വന്ന് നേരെ അറ്റാക്ക് ചെയ്യുന്നത് ഭീഷണിയിലാണ്. പക്ഷേ ഇത്തിരി ബുദ്ധിയും ബോധമുള്ളവർ ആദ്യം ചെയ്യുന്നത് എന്താണ്? വശീകരിക്കാനാണ് നോക്കുക. അതിലാണ് ഒരുമാതിരി ആൾക്കാർ വീണു പോകുന്നത്. അപ്പോൾ ഇവർ ഇല്ലായ്മ ചെയ്യാൻ ആണ് ഇവൾ ശ്രമിക്കുന്നത്. അത് 1 രാജാക്കന്മാർ 18:4-ലും 13-ലും നമ്മൾ വായിക്കുന്നുണ്ട്. ജെസബേൽ കർത്താവിന്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ അബാദിയ 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടുപോയി 50 പേരെ വീതം ഓരോ കൂട്ടിയിൽ ഒളിപ്പിച്ചു. അവൻ അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുത്ത് സംരക്ഷിച്ചു. ഇനി 24-ാം വചനം വായിക്കാം. സാത്താന്യ രഹസ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രബോധനം അറിയാത്തവരും സ്വീകരിക്കപ്പെടാത്തവരുമായി തീയതീരായി ബാക്കിയുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു. അതായത് സാത്താൻ്റെ രഹസ്യങ്ങൾ. അപ്പോൾ ഇത് 2 രീതിയിൽ രഹസ്യങ്ങൾ അറിയാൻ പറ്റും. ഒന്ന് നമ്മൾ പറഞ്ഞ് ഏത് പ്രീറ്റർനാച്ചുറൽ റലത്തിൽ നിന്ന് ഇത് കിട്ടും. രണ്ടാമത്തത് സൂപ്പർ നാച്ചുറൽ റലത്തിൽ നിന്ന് ദൈവം സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും നമുക്ക് കാണിച്ചു തരും ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ളത്. ഈ രാജ്ഞിയുടെ അവസാനം എങ്ങനെയുണ്ടായിരുന്നു നോക്കാം നമുക്ക്. കിങ് ജഹു അല്ലേ, 2 രാജാക്കന്മാർ 9:30 എന്ന് വായിക്കാം. 9:30. കേട്ടു. അവൾ കണ്ണെഴുതി മുടി അലങ്കരിച്ച് കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കി. യേഹൂ പടി കടന്നപ്പോൾ അവൾ ചോദിച്ചു, യജമാന ഘാതക സിംറി, നീ സമാധാനത്തിലോ വന്നിരിക്കുന്നത്? അവൻ കിളിവാതിലിലേക്ക് മുഖമുയർത്തി ചോദിച്ചു, ആരാണ് എന്റെ പക്ഷത്തുള്ളത്? 3 അന്തപുര സേവകന്മാർ അവനെ നോക്കി. അവൻ പറഞ്ഞു, അവളെ താഴേക്ക് ഇറക്കുക. അവർ അങ്ങനെ ചെയ്തു. അവളുടെ രക്തം ചൂരന്മേലും കുതിരപ്പുറത്തും ചിതറി. കുതിരകൾ അവളെ ചവിട്ടി തെച്ചു. യേഹൂ അകത്ത് കടന്ന് ഭക്ഷിച്ച് പാനം ചെയ്തു. അവൻ പറഞ്ഞു, ശപിക്കപ്പെട്ട ആ സ്ത്രീയുടെ കാര്യം നോക്കാം. അവളെ അടക്കം ചെയ്യണം, അവൾ രാജപുത്രിയാണല്ലോ. സംസ്കരിക്കാൻ ചെന്നപ്പോൾ അവളുടെ തലയോടും പാദങ്ങളും കൈപ്പത്തികളും അല്ലാതെ അവർ ഒന്നും കണ്ടില്ല. അവർ മടങ്ങി വന്ന വിവരം അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, തന്റെ ദാസൻ ക്രിസ്ത്യനായ ഏലിയായിലൂടെ കർത്താവ് അരുളി ചെയ്ത വചനം ഇതാണ്: ജസ്രയേലിന്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ജസബലിന്റെ മാംസം നായ്ക്കൾ ഭക്ഷിക്കും. ജസബലിന്റെ ജഡം തിരിച്ചറിയാനാവാത്ത വിധം ജസ്രയേലിന്റെ വയലിൽ ചാണകം പോലെ കിടക്കും. വിച്ച് ക്രാഫ്റ്റിന്റെ പുറകെ പോകുന്നവരുടെ ഒക്കെ ഒരുമാതിരി അന്ത്യം ഇങ്ങനെയാണ്. ഒരു വിചിത്രമായ മരണങ്ങളാണ്. വളരെ പൈശാചികമായ രീതിയിലാണ് ആ മരണങ്ങളൊക്കെ നടന്നത്. അത് കുറേ നമ്മൾ റെക്കോർഡ്സ് എടുക്കണം. കുറേ പേര് ചിലപ്പോൾ നോർമലായിട്ട് മരിച്ചിട്ടുണ്ടാവട്ടോ. അതായത് ഈ പറയുന്ന
അരൂപികളുടെ സ്വാധീനത്തിൽ ആയിരിക്കുന്ന നമ്മൾ തേത്തേര സഭയിലെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കറപ്റ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കറപ്ഷൻ വരുന്നത് ഒരു ബാക്കി നമ്മൾ കുറേ കണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് എടുക്കാനുള്ളത് നമ്മുടെ നമ്മൾ ഡിവൈസ് ചെയ്യുന്നുണ്ടോ പ്ലാനുകൾ. ഇത് ദൈവിക പദ്ധതിയുണ്ട്, അതാണ് നടക്കേണ്ടത്, അല്ലെങ്കിൽ മാനുഷിക പദ്ധതിയുടെ പുറകെ പോവാം. ഇത് രണ്ടും അല്ലാത്ത പൈശാചിക പദ്ധതിയുടെ പുറകെ പോവാം. നമ്മൾ ഈ ജീവിതശൈലി എടുത്തുകൊണ്ട് പൈശാചിക പദ്ധതികൾക്ക് പോവില്ല. ദൈവിക പദ്ധതിയിലേക്ക് പൂർത്തിയാകാതെ മാനുഷിക പദ്ധതികൾ നിറവേറ്റി ഈ സമയം ദൈവഹിതപ്രകാരമല്ലാതെയും കടന്നു പോകാം സാധ്യതയാണ്. ദൈവം എനിക്ക് വേണ്ടി പദ്ധതി ചെയ്ത കാര്യങ്ങളിലാണ്